ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സെയ്ദ് പാറയിൽ പാറമിലാസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പോവാം. ഇന്നൊരു അടിപൊളി വീടിന്റെയും സ്ഥലത്തിന്റെയും വീഡിയോസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീടും സ്ഥലവും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. റൂട്ട് ഫ്രണ്ടേജോട് കൂടിയ ഒരു വീടും സ്ഥലമാണിത്. ഏകദേശം 50 മീറ്ററോളം ബസ് റൂട്ട് ഫ്രണ്ടേജ് തന്നെയുണ്ട്. പാലക്കാട് ജില്ലയിൽ കാരാകൃഷി ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ 65 സെൻറ്റ് സ്ഥലവും 2200 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി വീടുമാണ് ഉള്ളത്. ഇതിൽ 250ഓളം നന്നായി കായ്ക്കുന്ന കവുങ്ങുകളുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 35ഓളം നന്നായി കായ്ക്കുന്ന തെങ്ങുകളും ഉള്ളതാണ്. കൂടാതെ അതിനിടയിലെല്ലാം ജാതിക്കയും കൂടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില കവുങ്ങുകളിലെല്ലാം കുരുമുളക് കൂടി പടർത്തിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം നല്ല വരുമാനം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അടക്കയും തേങ്ങയും കുരുമുളകും എല്ലാം തന്നെ നല്ലൊരു എമൗണ്ടിന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇതിനിടയിലെല്ലാം വാഴകൾ കൂടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണിത്. ഇതിൽ ഇപ്പോൾ ഉള്ളതൊരു കിണറാണ്. അതിലെല്ലാം നന്നായി തന്നെയാണ് വെള്ളം ലഭിക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ 4 അതിരും നല്ല കരിങ്കല്ലുകൾ കൊണ്ട് കെട്ടിയ മതിൽ തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ 4 ഭാഗവും ധാരാളം വീടുകളുള്ള ഏരിയ തന്നെയാണ്. ഈ സ്ഥലത്ത് നിന്നും 500 മീറ്റർ ദൂരം മാത്രമാണ് സ്കൂളിലേക്കുള്ളത്. മദ്രസയും നിസ്കാര പള്ളിയും എല്ലാം തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. അതുപോലെ ജുമാ മസ്ജിദിലേക്കാണെങ്കിൽ 500 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ക്ഷേത്രത്തിലേക്കാണെങ്കിൽ വെറും 100 മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ വെറും 1.5 കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത്. അതുപോലെ 1.5 കിലോമീറ്ററിൽ തന്നെ ഹോസ്പിറ്റലുകൾ, ബാങ്കുകൾ, പെട്രോൾ പമ്പ്, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയവയെല്ലാം ഉള്ളതാണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്നും 500 മീറ്റർ ദൂരം മാത്രമാണ് ഈ സ്ഥലത്തിലേക്കുള്ളത്. ഇതും ലോക്കൽ ബസ് റൂട്ട് തന്നെയാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശങ്ങളൊന്ന് കണ്ടു നോക്കാം. കയറുമ്പോൾ തന്നെ നല്ല വിശാലമായ ഒരു സിറ്റൗട്ട് തന്നെയാണ് കാണാൻ കഴിയുക. സിറ്റൗട്ടിൽ നിന്ന് തന്നെ 2 ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഡോർ മെയിൻ ഹാളിലേക്കും മറ്റൊന്ന് വിസിറ്റേഴ്സ് റൂമിലേക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ഡോറുകളും കട്ടിലയുമെല്ലാം നല്ല തേക്കിൻ്റെ കാതിലിൽ കൊത്തുപണികളെല്ലാം ചെയ്ത് അതിമനോഹരമായി തന്നെയാണ് വെച്ചിരിക്കുന്നത്. സിറ്റൗട്ടിൽ നിന്നും ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമായ അതിമനോഹരമായ ഒരു ഹാള് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഈ മെയിൻ ഹാളിൽ നിന്നും ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് വിസിറ്റേഴ്സ് റൂമിലേക്കാണ്. നല്ലൊരു വലിയൊരു വിസിറ്റേഴ്സ് റൂം തന്നെയാണ്. ഒരു വലിയ ഹാളായതുകൊണ്ട് തന്നെ ഈ ഹാളിൽ തന്നെയാണ് ഡൈനിങ് ടേബിളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹാളിൻ്റെ ഒരു സൈഡിലായി തന്നെ ഒരു അടിപൊളി വാഷ് ബേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഈ ഹാളിൽ നിന്നും ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ്. അത്യാവശ്യം നല്ലൊരു വലിയ ബെഡ്റൂം തന്നെയാണിത്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഹാളിൽ നിന്നും മറ്റൊരു എൻട്രൻസ് ഉള്ളത് കിച്ചണിലേക്കാണ്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. കിച്ചൺ നല്ലൊരു വലിയൊരു കിച്ചൺ തന്നെയാണ് ഉള്ളത്. കിച്ചണിൻ്റെ ഒരു സൈഡിലായി തന്നെ ഒരു സ്റ്റോർ റൂം കൂടിയുണ്ട്. ഇവിടെ തന്നെയാണ് ഫ്രിഡ്ജെല്ലാം വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു ഷോക്കേസ് കൂടി കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇവിടെ തന്നെ ഒരു പുകയില്ലാത്ത അടുപ്പ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നേരെ ഒരു എൻട്രൻസ് പുറത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നിന്നും മറ്റൊരു എൻട്രൻസ് ഉള്ളത് ഒരു വർക്ക് ഏരിയയിലേക്കാണ്. അതും അത്യാവശ്യം വലിയൊരു വർക്ക് ഏരിയ തന്നെയാണ്. വാഷിംഗ് മെഷീന് അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവ് എന്നിവയെല്ലാം ഇവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വർക്ക് ഏരിയയിൽ നിന്നും ഒരു എൻട്രൻസ് പുറത്തേക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് കയറി നോക്കാം. മെയിൻ ഹാളിൽ നിന്ന് തന്നെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള അതിമനോഹരമായ ഒരു സ്റ്റെയർ കേസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കയറിക്കഴിഞ്ഞാൽ നേരെ ഒരു ഹാളിലേക്കാണ് പ്രവേശിക്കുക. അതും ഒരു വലിയൊരു ഹാള് തന്നെയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഹാളിൻ്റെ സൈഡിലും തന്നെ നല്ലൊരു വാഷ് ബേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹാളിൽ നിന്നും ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ്. അതുപോലെ ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ മറ്റൊരു ബെഡ്റൂം. അതും അത്യാവശ്യം വലിയ ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെ എല്ലാ ബെഡ്റൂമുകളിലും തന്നെ ഇതുപോലെ മരത്തിൻ്റെ അലമാരകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹാളിൻ്റെ ഒരു സൈഡ് ഗ്ലാസ് എല്ലാം ഇട്ട് നല്ല സീനറി എല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഹാളിൽ നിന്നും ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് പുറത്തേക്കാണ്. ഈ ഭാഗത്ത് ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ബെഡ്റൂമും ഒരു ബാൽക്കണിയും കൂടി എടുക്കാവുന്നതാണ്. ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽ ആയി തന്നെ ഒന്ന് പറയാം. ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ കാരാകുറിശി പഞ്ചായത്തിൽ കാരാകുറിശി വില്ലേജിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, ഈ സ്ഥലം ബസ് റൂട്ട് സൈഡ് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ നിലക്കും നല്ല സൗകര്യമുള്ള ഒരു വീടും സ്ഥലവും തന്നെയാണ് ഇത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഇതിൽ 65 സെൻറ്റ് സ്ഥലവും 2200 സ്ക്വയർ ഫീറ്റ് ഒരു അടിപൊളി RC വീടുമാണുള്ളത്. ഈ വീടും സ്ഥലവും ഉൾപ്പെടെ ഇതിന് 70 ലക്ഷം രൂപയാണ് ഓണർ പറയുന്നത്. അത് നെഗോഷ്യബിൾ ആണ്, നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ അടിപൊളി വീടും സ്ഥലവും നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിലും ഈ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. ഞങ്ങൾ വന്ന് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പാർലി മീഡിയാസിൻ്റെ യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ്.
ഇനി നിങ്ങൾ പാറൽ മീഡിയാസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ ബൈ.